ഹലോ. പറമോളെ. നീ എന്താ എന്നെ ഇത്ര നേരമായിട്ട് വിളിക്കാഞ്ഞ്? ഞാനൊരു 2 മണിക്കൂർ മുന്നല്ലേ മോളെ വിളിച്ചത്. 2 മണിക്കൂർ 33 സെക്കൻഡായി നീ എന്നെ വിളിച്ചു. ഞാനിവിടെ വെറുതെ ഇരിക്കല്ലല്ലോ മോളെ, ഓഫീസിൽ വർക്ക് ചെയ്യല്ലേ. ഞാൻ വല്ലതും കഴിച്ചോന്ന് നീ ചോദിച്ചോ? വീട്ടിലിരിക്കല്ലേ, അപ്പൊ പിന്നെ കഴിക്കണം. അറിയാനുള്ള വീട്ടിലാണെന്ന്, പിന്നെ ഞാൻ എന്താ ഇപ്പൊ ചോദിക്കും? നമ്മൾ ഇത്ര നേരമായി ഫോണിൽ സംസാരിക്കണു, എന്നാ എനിക്ക് എന്താ വിഷമോന്ന് നീ ചോദിച്ചോ? വീട്ടിലിരിക്കുമ്പോ എന്തിനാ ഇപ്പൊ വിഷമിക്കണേ? എന്താ ഇപ്പൊ വിഷമിക്കാൻ? സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ശബ്ദത്തിൽ വരെ എന്തെങ്കിലും വിഷമമുണ്ടോന്ന് അറിയാൻ പറ്റും. ഞാൻ ഇന്നൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാ. നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു ഇൻസ്റ്റാഗ്രാം റീലും കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോ എന്നെ വിളിച്ചോണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട്. കണ്ടോ ദേഷ്യപ്പെടുന്ന കണ്ടോ? ചില ആണുങ്ങൾ ഇങ്ങനെയാ, കല്യാണത്തിന് മുന്നേ പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തനി സ്വഭാവം പുറത്തു വരുമെന്ന് ഞാൻ കുറച്ചു മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, ഞാൻ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം, കാശ് കിട്ടിയാലേ നമുക്ക് ഇഷ്ടമുള്ള മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു തരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ആനിവേഴ്സറിക്ക് എബ്രോഡിലേക്ക് ട്രിപ്പ് പോകണ്ടേ? വേണ്ടേ? ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? മാച്ച് ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ ചേട്ടൻ എന്നാ വർക്ക് ചെയ്തോട്ടെ. ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഞാൻ. നീ പിന്നെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒട്ടും വിശ്വസിക്കരുതെന്നാണ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടത്. അവിടെ അമ്മൂമ്മയുടെ ഇൻസ്റ്റാഗ്രാം റീൽ കേട്ടില്ല. ഇനി മേയാൽ ഇമാതിരി കാര്യം പറഞ്ഞാൽ ഈ ഓഫീസ് ടൈമിൽ വിളിച്ചാണ്ടല്ലോ എന്റെ വിവരം പറയുന്നത്.